പിന്നെ ഗണേഷ് കുമാർ സുരേഷ് ഗോപി അത്ര കണ്ട് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് എന്താണ് തിരഞ്ഞെടുത്ത തൃശ്ശൂർക്കാർക്കാണ് അബദ്ധം പറ്റിയത്. അത് അദ്ദേഹത്തിന്റെ വിവരമില്ലായ്മ, ഗണേഷ് കുമാറിന്റെ വിവരമില്ലായ്മ. നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ദില്ലിയിലേക്ക് അയച്ചതിൽ ഏറ്റവും ശരിയായ തെരഞ്ഞെടുപ്പ് നടത്തിയത് തൃശ്ശൂർക്കാരാണ്. അതിന്റെ ഗുണം അവർ അനുഭവിക്കാൻ പോകുന്നതാണ്. ഗണേഷ് കുമാർ ചുമ്മാ ഇതൊക്കെ പറയുന്നത് കാര്യമാക്കേണ്ട കാര്യം അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിലപാട് കൈക്കൊള്ളാനേ സാധിക്കുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് അഭിനയിച്ച ശേഷം അദ്ദേഹത്തിന്റെ കാറിന്റെ പോയി എപ്പോഴും ഒരു SP യുടെ തൊപ്പി ഉണ്ടായിരുന്നു. മനസ്സിലായി? കാറിന്റെ പുറകിൽ കാറിന്റെ ഗ്ലാസിനോട് പുറത്തേക്ക് നോക്കി നമ്മൾ സാധാരണ SP മാരൊക്കെ പണ്ട് പോകുമ്പോൾ തൊപ്പി പിടിക്കാൻ പോയി വെച്ചു. അദ്ദേഹത്തിന്റെ കാറിന്റെ പുറകെ കുറേ കാലം, ഞാൻ തമാശ പറഞ്ഞില്ല, ഓർമ്മയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, ഒരു SP യുടെ IPS എന്ന് എഴുതിയൊരു തൊപ്പി കാറിന്റെ പുറകെ സീറ്റിന്റെ പുറകിൽ കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അതിൽ എന്താണ് അധിക്ഷേപമുള്ളത്, ഇത്രമാത്രം പരിഹസിക്കപ്പെടാൻ മാത്രം എന്താ ഉള്ളത്. അതായത് ഞാൻ ഇപ്പോഴും വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട് 1999 ദില്ലിയിൽ വെച്ച് ഇന്ത്യ പാക് മത്സരം നടക്കുകയാണ്, ടെസ്റ്റ് മത്സരം നടക്കുകയാണ്. അതിന്റെ രണ്ടാമത്തെ ഇന്നിംഗ്സിൽ അനിൽ കുംബ്ലെ പാകിസ്ഥാന്റെ 10 വിക്കറ്റ് സ്വന്തമാക്കി. ഏതാണ്ട് 26 ഓവറും 3 ബോളും ചെയ്തപ്പോഴത്തേക്കും പാകിസ്ഥാനികളായിട്ടുള്ള ബാറ്റർമാരെ 10 പേരെയും ഇദ്ദേഹം സ്വന്തം പന്തിലാക്കി. മൈതാനം വിടുമ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് എടുത്തത് ആ പന്താണ്. ആ പന്ത് കൂടി എടുത്തു. എന്തിനായിരുന്നു? ആ ചരിത്ര നിമിഷത്തിന്റെ ഓർമ്മയ്ക്കായിട്ട്. അത് ആ കളിയോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. ഒരു നല്ല ക്രിക്കറ്റർ, നല്ലൊരു കളിക്കാരൻ, അദ്ദേഹം നേടിയ വ്യക്തിപരമായ ഒരു നേട്ടത്തെ, ആ രാജ്യത്തിന് നൽകിയിട്ടുള്ള ഒരു സംഭാവനയെ സ്വാഭാവികമായിട്ടും അദ്ദേഹം, അപ്പോൾ അങ്ങനെയുള്ള ഒരു കളിക്കാരൻ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു നേട്ടത്തെ ആഘോഷിക്കാനും ഓർമ്മയാക്കി സൂക്ഷിക്കാനും ആ പന്ത് മൈതാനത്ത് നിന്ന് അദ്ദേഹം ഒപ്പം കൂട്ടി വീട്ടിൽ കൊണ്ടുവച്ചു. അതിലെന്താ തെറ്റിയിരിക്കുന്നത്? സച്ചിന്റെ കൈവശം എത്രയോ അദ്ദേഹത്തിന്റെ ചരിത്ര മുഹൂർത്തങ്ങൾ, ചരിത്ര നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ബാറ്റുകൾ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടാവും. അത് ഓരോ കളിക്കാരന്റെയും, അതല്ലെങ്കിൽ കലാരംഗത്താവട്ടെ കായിക രംഗത്താവട്ടെ അവനവന്റെ നേട്ടം അത് ഒരു ഓർമ്മയായി സൂക്ഷിക്കുന്നത് പോലെ ഒരു പ്രവൃത്തിയല്ലേ ഈ സുരേഷ് ഗോപിയും ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലും അഭിനയ ജീവിതത്തിലും ഒക്കെ വലിയ രീതിയിലുള്ള നേട്ടം നൽകിയ ഒരു വേഷമല്ലായിരുന്നു ഭരചന്ദ്രൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്മീഷണറുടെ വേഷം. സ്വാഭാവികമായിട്ട് ആ തൊപ്പിയെടുത്ത് അദ്ദേഹം വീട്ടിലോ കാറിലോ വെക്കുന്നതിൽ എന്താ കുഴപ്പമിരിക്കുന്നത് അല്ലേ? അപ്പോൾ എല്ലാവരും അവരവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ നേട്ടങ്ങൾ അനുസ്മരിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആത്മവിശ്വാസം ഉയർത്താനോ അത് ആത്മരീതി എന്ന് പറഞ്ഞ് കളിയാക്കിയാലും ഒന്നും കാര്യമില്ല, അത് ഭ്രാന്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇതൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാവരും കലാകാരന്മാരായാലും കായിക താരങ്ങളായാലും ആരായാലും ഇതൊക്കെ ചെയ്യുന്നതാണ്. എഴുത്തുകാർ അവരുടെ ചില ഏറ്റവും ഹിറ്റ് സിനിമ എഴുതിയിട്ടുള്ള തിരക്കഥാകൃത്തുക്കൾ ഏറ്റവും ഹിറ്റ് സിനിമ എഴുതിയിട്ടുള്ള പേന സൂക്ഷിച്ച് വെക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും അതൊക്കെ ചെയ്യാറുണ്ട് സ്വാഭാവികമായിട്ടും. ഇതൊന്നും വലിയ വിവാദമാക്കേണ്ട കാര്യങ്ങളല്ലേ, ഇതിന്റെ പേരിലൊന്നും അല്ല ആരെയും വിമർശിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. സുരേഷ് ഗോപി ആയാലും ഗണേഷ് കുമാർ ആയാലും ഇവരെ പോലുള്ള ആളുകൾ തന്നെയാണ് തീർച്ചയായിട്ടും പൊതുപ്രവർത്തന രംഗത്തേക്ക് വരേണ്ടത് എന്ന് പറയുന്നൊരു പക്ഷമാണ് എനിക്കുള്ളത്. കാരണം ഉണ്ട് നിറഞ്ഞവരും കണ്ടു വളർന്നവരുമായിട്ടുള്ള ആളുകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഖജനാവിന് അത്ര കണ്ട് വലിയ ഉപദ്രവം ഇല്ലാതിരിക്കും എന്ന് പറയുന്ന ഒരു പക്ഷമാണ് പോകാനുള്ളത്. അതാണ് നേരത്തെ പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായി വരുമ്പോൾ തീർച്ചയായിട്ടും BJP വളരാനുള്ള വലിയ സാധ്യതയുണ്ട്. കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകേണ്ട, കുടുംബം പോരേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല. സ്വന്തമായിട്ട് വിമാനമുള്ളവനാണ്. അപ്പോൾ പിന്നെ ഈ ഖജനാവിലേക്ക് ഒന്ന് നോക്കാൻ പോലും നിൽക്കില്ല. ഇനി കേരളത്തിലെ ഖജനാവിലേക്ക് എന്തെങ്കിലും കൊണ്ട് ഇട്ടാൽ മാത്രമേ ഇവിടുന്ന് വെട്ടാൻ പറ്റുള്ളൂ. ആ അവസ്ഥയിലല്ലേ, കേന്ദ്രത്തിൽ നിന്ന് വല്ലതും കൊടുത്താലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഇതാകുമ്പോൾ സ്വാഭാവിക BJP നമുക്ക് അത്ര കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. രാജീവ് ചന്ദ്രശേഖരൻ അത്ര കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. സുരേഷ് ഗോപി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഗണേഷ് കുമാറെ നമുക്ക് ധൈര്യമായിട്ട് കൂട്ടാം ജനപ്രതിനിധി എന്ന നിലയിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്നും ഖജനാവിന് വലിയ ഉപദ്രവം ഉണ്ടാകില്ല. പിന്നെ ഇതുപോലുള്ള വിവരദോഷം പറയുന്നതിന് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?